എല്ലാവർക്കും എൻകെ ടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൗദി പ്രവാസികൾക്ക് എങ്ങനെയാണ് മൊബൈലിൽ നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. സൗദിയിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിനും അതുപോലെ വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനും ആമസോൺ നൂൺ പോലുള്ള എല്ലാവിധ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും ഓൺലൈനായി സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനും നാഷണൽ അഡ്രസ്സ് അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ ബിൽഡിംഗ് നമ്പർ ഉപയോഗിച്ച് നാഷണൽ അഡ്രസ്സ് എടുക്കാൻ കഴിയുന്നതാണ്. ഇതിനുവേണ്ടി സൗദി പോസ്റ്റിൻ്റെ SPL ആപ്ലിക്കേഷനോ SPL വെബ്സൈറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ SPL ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ചില ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്ലേ സ്റ്റോറിൽ ലഭിക്കാത്തവർക്ക് SPL വെബ്സൈറ്റ് വഴി നാഷണൽ അഡ്രസ്സ് എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മുടെ ബിൽഡിംഗ് നമ്പർ അറിയാത്തവർക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഷോർട്ട് അഡ്രസ്സ് കണ്ടെത്താമെന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ചില ബിൽഡിംഗ് നമ്പർ ഉപയോഗിച്ച് നാഷണൽ അഡ്രസ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എറർ കാണിക്കാറുണ്ട്. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് റെസിഡൻസി ഏരിയ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എറർ മെസ്സേജ് വരുന്നത്. അങ്ങനെയുള്ളവർ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഷോർട്ട് അഡ്രസ്സ് ഉപയോഗിച്ച് നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സൗദിയിൽ പുതുതായി വരുന്ന പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഓൺലൈൻ വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. കാണാത്തവർ അതും കൂടി കാണുകയും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം. നാഷണൽ അഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടി ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ SPLൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പഴയ വേർഷൻ മൊബൈലുകളിലൊന്നും ഇപ്പോൾ SPL സപ്പോർട്ടാകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഗൂഗിൾ വെബ്സൈറ്റ് വഴി നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ വെബ്സൈറ്റിൽ SPL ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇതിൽ SPLonline.com.sa എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലോഗിൻ എന്നും സൈനപ്പ് എന്നും രണ്ട് ഓപ്ഷൻ വന്നതായി കാണാം. ഇതിൽ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സൈറ്റ് അറബിയിലാണ് വന്നിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് ആക്കുന്നതിന് വേണ്ടി മുകളിൽ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സൈറ്റ് ഇംഗ്ലീഷിലേക്ക് മാറിയതായി കാണാം. ഇതിൽ സെലക്ട് അക്കൗണ്ട് ടൈപ്പ് എന്നതിന് താഴെ ഓട്ടോമാറ്റിക്കായി തന്നെ ഇൻഡിവിജ്വൽ എന്ന് വന്നതായി കാണാം. അവിടെ നമുക്ക് ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പേഴ്സണൽ സിംഗിൾ സൈൻ ഓൺ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് നഫാദ് വഴി, മറ്റൊന്ന് അബ്ഷർ വഴി. അബ്ഷർ വഴി ലോഗിൻ ചെയ്യുന്നവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ യൂസർ നെയിമിൻ്റെ ഭാഗത്ത് നമ്മുടെ ഇക്കാമ നമ്പരും താഴെ പാസ്വേഡിൻ്റെ കോളത്തിൽ അബ്ഷറിൻ്റെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നഫാദ് ആപ്പ് വഴിയാണ് ലോഗിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി നഫാദ് ആപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ നമ്മുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് ലോഗിൻ ബട്ടൺ അമർത്തുക. ഉടൻ തന്നെ നമുക്കൊരു കോഡ് വന്നതായി കാണാം. ഈ കോഡ് ഓർത്ത് വെച്ച ശേഷം നഫാദ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൽ താഴെയായി അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തുറന്നു വന്നിട്ടുള്ള 3 സെറ്റ് നമ്പറിൽ നിന്നും നേരത്തെ നമുക്ക് വന്ന റിക്വസ്റ്റ് നമ്പർ സെലക്ട് ചെയ്ത് ശേഷം നഫാദ് ആപ്ലിക്കേഷൻ്റെ 6 പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ദി റിക്വസ്റ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് വന്നതായി കാണാം. ഇനി നമുക്ക് പഴയ പേജിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഇതിൽ റീഡയറക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ SPLൻ്റെ ഹോം പേജ് ഓപ്പണായി വന്നതായി കാണാം. ഇതിൽ താഴെയായി വലതുവശത്ത് മെനു എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും നാഷണൽ അഡ്രസ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ രജിസ്റ്റർ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലൊക്കേഷൻ ഒന്നും നമ്മൾ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ empty ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ ബിൽഡിംഗ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഈ മാപ്പിൽ നിന്നും നമ്മുടെ ബിൽഡിംഗ് നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ മാപ്പിൽ നിന്നും എൻ്റെ ബിൽഡിംഗ് നമ്പർ സെലക്ട് ചെയ്യുകയാണ്. ഉടൻ തന്നെ മുകളിലായി റെഡ് കളറിൽ ഒരു എറർ മെസ്സേജ് വന്നതായി കാണാം. കാരണം ഞാൻ കൊടുത്ത ബിൽഡിംഗ് നമ്പർ ഒരു റെസിഡൻസി ഏരിയ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ
എറർ മെസ്സേജ് കാണിക്കുന്നത്. ബിൽഡിംഗ് നമ്പർ അറിയാത്തവർക്ക് ഗൂഗിൾ മാപ്പ് വഴി വളരെ ഈസിയായി തന്നെ അവരുടെ ബിൽഡിംഗ് നമ്പർ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. മാപ്പിൽ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മൾ നിൽക്കുന്ന പോയിൻ്റ്. മാപ്പ് ഒന്ന് സൂം ചെയ്ത ശേഷം നമ്മളുടെ ബിൽഡിങ് അതിൽ നിന്നും സെലക്ട് ചെയ്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താഴെയായി നമ്മുടെ ഷോർട്ട് അഡ്രസ് വന്നതായി കാണാം. 4 ഇംഗ്ലീഷ് അക്ഷരങ്ങളും 4 അക്കങ്ങളും ഉൾപ്പെടുന്നതാണ് ഷോർട്ട് അഡ്രസ്. ഇതിൽ ആദ്യത്തെ അക്ഷരം നമ്മൾ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ റീജിയനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് ബ്രാഞ്ച്, മൂന്നാമത്തത് ഡിവിഷൻ, നാലാമത്തത് യൂണിക് എന്നിങ്ങനെയാണ്. അക്കങ്ങൾ ബിൽഡിംഗ് നമ്പറായി സൂചിപ്പിക്കുന്നു. നമുക്ക് കിട്ടിയ ഷോർട്ട് അഡ്രസ്സ് നോട്ട് ചെയ്ത ശേഷം പഴയ പേജിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. നമുക്ക് കിട്ടിയ ഷോർട്ട് അഡ്രസ് സെർച്ച് ബൈ ഷോർട്ട് അഡ്രസ് എന്ന ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെയായി നമ്മുടെ ഷോർട്ട് അഡ്രസ് കാണിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാഷണൽ അഡ്രസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നതായി കാണാം. അതുപോലെ എറർ മെസ്സേജ് ഒന്നും വന്നിട്ടുമില്ല. ശേഷം താഴെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വന്നിട്ടുള്ള ഈ പേജിൽ അക്കോമഡേഷൻ ടൈപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷൻ വന്നതായി കാണാം. അപ്പാർട്ട്മെൻറ്റ്, ഡ്യൂപ്ലെക്സ്, വില്ല. ഞാൻ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഫ്ലോർ നമ്പറാണ്. നമ്മുടെ ഫ്ലോർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തതായി പ്രോപ്പർട്ടി ടൈപ്പാണ്, അത് റെൻ്റ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് പീരിയഡ് ഓഫ് സ്റ്റേ, ലിസ്റ്റിൽ നിന്നും ടെമ്പററി സെലക്ട് ചെയ്യുക. അടുത്തത് ബിൽഡിംഗ് ഫോട്ടോ, അതുപോലെ അഡീഷണൽ ഇൻഫോ. അത് രണ്ടും ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്കവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം താഴെ റിവ്യൂ ആൻഡ് കൺഫേം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസും നമ്മൾ ഫിൽ ചെയ്ത എല്ലാ വിവരങ്ങളും വന്നതായി കാണാം. ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് താഴെ ഭാഗത്തായിട്ട് കാണുന്ന ചെക്ക് ബോക്സ് രണ്ടും ടിക്ക് മാർക്ക് ചെയ്ത ശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നമ്മൾ അക്ഷറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം കൺഫേം ബട്ടൺ അമർത്തുക. ഉടൻ തന്നെ യുവർ നാഷണൽ അഡ്രസ് ഈസ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് വന്നതായി കാണാം. ഇതിൽ താഴെയായി ഷോ അഡ്രസ് പ്രൂഫ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സിൻ്റെ അറബിലും ഇംഗ്ലീഷിലുമുള്ള പ്രിൻ്റ് വന്നതായി കാണാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നാഷണൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായാൽ ദയവായി എല്ലാവരും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.